ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഫ്രൈഡേ വ്ളോഗാണ്. പുറത്ത് പോയപ്പോൾ എടുത്തതും പിന്നെ ഒരു റെസിപ്പിയും കൂടെ ഉണ്ട് കേട്ടോ, ഒരു പായസത്തിൻ്റെ. പുറത്ത് നല്ല മഴ കേട്ടോ. അപ്പോൾ എനിക്ക് ഷോപ്പിലൊക്കെ പോയിട്ട് വരുള്ളൂ, കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ എനിക്ക് വരാൻ നേരത്താണ് ഞാൻ കിച്ചണിൽ കയറി. ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ല, ഫുഡ് എനിക്ക് വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ പായസത്തിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിലുള്ള ബട്ടർ ഇട്ടിട്ട് കാരമലൈസ് ചെയ്തിട്ടാട്ടോ പായസം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ, ഒരു അരക്കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുക. ആ ടൈമിൽ മിച്ചോടി ഇന്ന് പൊള്ളൂത്തിരുന്ന് കാണുന്നത് കേട്ടോ. ഇവരുടെ വീഡിയോസ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരുന്ന് കാണുന്ന വീഡിയോസ് ആട്ടോ അവരുടെ. അപ്പോഴേക്ക് ഷുഗറൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു കുപ്പി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളത്തിന് പകരം പാൽ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ആ വെള്ളത്തിൽ കിടന്നിട്ട് ആ ഷുഗറൊന്ന് മെൽറ്റായിട്ട് വരണം. അതൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 3 കപ്പ് പാലാട്ടോ ആഡ് ചെയ്ത് കൊടുക്കണേ. അതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ അവിടെ ഒരു 1/4 കപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വറുത്ത് വെച്ച് സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും എനിക്ക് ഫുഡൊക്കെ ഇട്ട് വന്നു. പിന്നെ അതിലേക്ക് ഞാനൊരു 5 ഏലക്കായ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ പൊടി ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോഴേക്ക് പായസമൊക്കെ ഓൾമോസ്റ്റ് സെറ്റായിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ വറുത്ത് വെച്ച കിസ്മിസും കാഷ്യൂ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അങ്ങനെ ഫൈനലി പായസം റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ നോർമലായിട്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ഷുഗറൊക്കെ ഒന്ന് കാരമലൈസ് ഉണ്ടാക്കുമ്പോൾ അത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ആ പായസത്തിന്. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി എല്ലാം സെറ്റാക്കി. അങ്ങനെ ഫുഡ് എനിക്ക് വരുമ്പോൾ കൊണ്ടുവന്നിരുന്നു കേട്ടോ. ചിക്കൻ ബിരിയാണി വരുമ്പോൾ കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പായസം കുടിക്കട്ടെ. പായസം കുറച്ച് നേരം ഇരുന്നാലല്ലോ ഒന്നുകൂടെ ടേസ്റ്റ് ആവുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെ കുടിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായി. ഞങ്ങളിന്ന് ഇവിടെ അടുത്ത് തന്നെയുള്ള സൂവിൽ പോവാം കേട്ടോ. അടുത്തല്ല, കുറച്ച് പോകാണ്ട്. ചുരം പകുതി ഇറങ്ങണം. അപ്പോൾ മേലെ പോയി സാവധാനം വിളിക്കാൻ വേണ്ടി പോയി. സാവധാനം മിന്നോനെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ അവരെ വിളിക്കാൻ വേണ്ടി മേലെ പോയി. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ പോവാം കേട്ടോ. ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ അടുത്ത് ട്രാവലിംഗ് ഉണ്ട് കേട്ടോ അങ്ങോട്ട്. പോകുന്ന വഴിയിലൊക്കെ ആദ്യമൊക്കെ നല്ല ചെറിയൊരു മഴച്ചാറലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നല്ല മഴ കിട്ടിയിട്ടോ.
പിന്നെ ചുരമൊക്കെ ഇറങ്ങി തുടങ്ങിയപ്പോഴേക്കും മഴയൊക്കെ കുറഞ്ഞു കേട്ടോ. പോകുന്ന വഴിയിൽ പാലത്തിൻ്റെ അടിയിലായിട്ട് നല്ലൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് ഇറങ്ങി നോക്കി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ തിരിച്ചു കയറി. ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് പോകുന്ന വഴികൾ കാണാൻ തന്നെ അടിപൊളിയാണ്. ഒരുപാട് വീഡിയോസ് എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് കളയാതിരിക്കേണ്ടത് നമുക്ക് തന്നെ കൺഫ്യൂഷനാവും. അങ്ങനെ അത്ര അടിപൊളി കേട്ടോ. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ. ഇപ്പം നമ്മൾ പോകുന്ന സൂവിൽ ആദ്യം സിംഹത്തിൻ്റെ കുട്ടികടയുടെ കുട്ടിയാണ് എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതില്ല. അവർക്ക് എന്തോ ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അങ്ങനെ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ നമുക്ക് എടുക്കാൻ പറ്റുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം അതില്ല. പക്ഷെ അതൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് പോയത്. നമ്മളവിടെ എത്തിയതിൻ്റെ ശേഷം അറിഞ്ഞത് കേട്ടോ. ഇവിടെ ഒരാൾക്ക് 15 റിയാലാണ് എൻട്രി ഫീ. 3 വയസ്സുള്ള താഴെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇത് വേണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് ആ സൂ. ഇവിടെ ഇപ്പം മെയിനായിട്ടുള്ളത് ബേർഡ്സാണ്. പിന്നെ ചെറിയ ചെറിയ അനിമൽസും. നമുക്ക് ഈ ബേർഡ്സിനൊക്കെ അവർ കയ്യിലൊക്കെ വെച്ച് തരും കേട്ടോ. പിന്നെ അവിടെ സ്റ്റേജിലൊക്കെ ചെറിയ കുട്ടികളുടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഹലോ ഹലോ. അവിടെ ഒരു തത്ത നമ്മൾ ഹലോ എന്ന് പറയുമ്പോൾ അതിന് തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നതാട്ടോ. ഒരാൾ ചെയ്യുന്നത് കണ്ടപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയെന്ന് മാത്രം. വേറെ എന്ത് പറയാമെന്നറിയില്ല. ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയെന്ന് മാത്രം. അച്ഛനോട് ഒരുപാട് തവണ കയ്യിലൊക്കെ വെക്കാൻ പറഞ്ഞു. പക്ഷെ അവൾക്ക് പേടി. കഴിഞ്ഞ പ്രാവശ്യം ജിദ്ദ പോയപ്പോൾ പാമ്പിനെ തോളിലിടാൻ വേണ്ടിയിട്ട് വാശി പിടിച്ച ആളാട്ടോ. ഒരു കിളീനെ കൈമ വെക്കാൻ പേടി. എന്ത് നമ്മളവിടെ ഓരോ പക്ഷികളെയും നോക്കി നിന്ന് അവസാനം എത്ര ടൈം അവിടെ നിന്ന് തന്നെ ഓർമ്മയില്ല കേട്ടോ. അത്രയും ലേറ്റായി നമ്മളവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. അങ്ങനെ ഒരു 6:30 ആയപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ റൂമിലോട്ടാട്ടോ പോയി. അപ്പോൾ വരുന്ന ടൈമിൽ നമ്മൾ അടിപൊളി സ്ഥലം കണ്ടു. പക്ഷെ അവിടെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്ന കാരണം അവിടെ ഇറങ്ങിയില്ല. പിന്നെ അവിടെ നിന്ന് കുറച്ചും കൂടെ വന്നപ്പോൾ വേറെ ഒരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. ശരിക്കും നമ്മളൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇപ്പോഴും ഉണ്ടാവും ഈ ബുക്കിൻ്റെ കവറിൻ്റെ മേലൊക്കെ ഉണ്ടാവില്ലേ ഒരു ഭയങ്കര മൗണ്ടെയിൻസും, അതുപോലത്തെ കറക്റ്റ് അതുപോലത്തെ ഒരു പ്ലേസ്. ശരിക്കും ഫോട്ടോസിലൊക്കെ ശരിക്കും നമുക്കത് മനസ്സിലാവും. അങ്ങനെ അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ അവിടുന്ന് തിരിച്ച് അവിടുന്ന് തിരിച്ച് വരുമ്പോഴേക്ക് പിന്നെ എല്ലാവർക്കും നന്നായി വിശന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ഓപ്ഷനിൽ പോയി. അവിടുത്തെ ഷവർമ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. വേറെയുള്ള ഫുഡൊന്നും കഴിച്ചു നോക്കിയിട്ടില്ല. പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങനെ നേരെ പോയി അങ്ങോട്ട്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ഫുഡ്സും ഉണ്ട് കേട്ടോ. ഷവർമ, ബാർബിക്യൂ, കബാബ്, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. ബാർബിക്യൂനുള്ളതൊക്കെ സെറ്റാക്കി മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഏത് വേണമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ.
അങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിസ്സ ആണെങ്കിൽ ഉണ്ടാവും, ബ്രോസ്റ്റ്, എല്ലാവിധ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് ഷവർമയും പിന്നെ പിസ്സ, ബ്രോസ്റ്റ്, അങ്ങനെ എല്ലാത്തിനും ഒരുപാടില്ല, കുറച്ചായിട്ട് എല്ലാം കൂടെ വാങ്ങിച്ച്. പിന്നെ നമ്മൾ കബാബ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, അതും കൂടെ വാങ്ങിച്ചു കേട്ടോ. ഇവിടുത്തെ കബാബ് എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഫുഡാണെങ്കിലും സർവീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നെക്സ്റ്റ് ഡേ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് നമ്മൾ റൂമിലോട്ട് പോന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.